ഓം ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗപ്രണേതാരം പ്രണതോസ്മി സദാശിവം. ജ്യോതിഷ പങ്ക്തിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് വിചിന്തനം ചെയ്യുന്നത് 2025 സമ്പൂർണ്ണ വർഷഫലം. 2025 വന്നു ചേർന്നിരിക്കും. ഭരണി നക്ഷത്രക്കാരായിരിക്കുന്ന ഓരോരോ വ്യക്തികളുടെയും ഫലങ്ങളാണ് വിചിന്തനം ചെയ്യുന്നത്. അത് കുട്ടികളായാലും പ്രായമായവരായാലും മധ്യവയസ്കരായാലും ഒക്കെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതുപോലെ തന്നെ വിജയങ്ങളെന്ത്, ഭാഗ്യങ്ങളെന്ത്, പ്രവർത്തന രംഗത്തെ വിജയങ്ങൾ, അതൊക്കെ ആണ് ഗ്രഹങ്ങളുടെ സ്ഥിതി അനുസരിച്ച് ആണ് വിചിന്തനം ചെയ്യുന്നത്. ഒരു വർഷത്തെ ഫലം ആയതിനാൽ ഗ്രഹങ്ങൾ പല പ്രാവശ്യവും രാശി മാറുന്ന ഒരു രീതിയുണ്ട്. ഗ്രഹങ്ങൾ രാശി മാറുമ്പോൾ പല രീതിയിലും അഭിവൃദ്ധികൾ വന്നിച്ചേരും. അത് ഏതേത് കാലത്ത് ഏതേത് മാസങ്ങളിൽ അല്ലെങ്കിൽ ഓരോരുത്തർക്കും ഈ വർഷം വിവിധങ്ങളായ രീതിയിൽ ഉണ്ടാകുന്ന അഭിവൃദ്ധികളാണ് വിചിന്തനം ചെയ്യും. ഭരണി നക്ഷത്രക്കാരെ സംബന്ധിക്കുന്നിടത്തോളം വളരെയധികം ശ്രദ്ധയും ജാഗ്രതയും കൃത്യനിഷ്ഠയും ജീവിതത്തിൽ ആവശ്യമായിരിക്കുന്ന ഒരു വർഷം. അതായത് എല്ലാവിധ ഭാഗ്യവും ദൈവാധീനവുമുള്ള ഒരു വർഷമാണ് 2025 ഈ ഭരണി നക്ഷത്രക്കാർക്ക്. എന്നിരുന്നാലും ശനിയുടെ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുവാൻ സൂചനയുണ്ട്. ആയതിനാൽ ശനി പ്രീതികരമായ കാര്യങ്ങൾ ചെയ്യുക തന്നെ വേണം. അത് ശനി ബാധിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ആരോഗ്യ കാര്യങ്ങൾ വളരെ ശ്രദ്ധിക്കണം. ആരോഗ്യം ഉണ്ടെങ്കിലല്ലേ പ്രവർത്തനത്തിൽ ഉന്മേഷവും കാര്യക്ഷമതയും വിജയവും ഒക്കെ നമുക്ക് നേടുവാൻ സാധിക്കൂ. അതിന് പ്രധാനമായിട്ട് വേണ്ടത് വ്യായാമം, അതുപോലെ തന്നെ ഭക്ഷണ കാര്യങ്ങൾ, മരുന്നുകൾ, ഇതൊക്കെ വളരെ 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 ശ്രദ്ധിക്കേണ്ട ഒരു വർഷമാണ് ഭരണി നക്ഷത്രക്കാർ. വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും മറ്റുള്ളവരെ കൂടെ നിർത്തുവാൻ ആകർഷണം ഒക്കെയുള്ള ഓജസ് വർദ്ധിക്കുന്ന ഒരു കാലമാണ്. ആത്മീയ കാര്യങ്ങളിൽ പ്രത്യേക ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതുണ്ട്. അല്ല എങ്കിൽ ചില അബദ്ധങ്ങളിൽ ചെന്ന് ചാടും. ഒരു കുഴപ്പവുമില്ലാതെ നല്ല സാമ്പത്തിക ഭദ്രതയിൽ കഴിഞ്ഞുകൂടിയതാണ്. പക്ഷേ പെട്ടെന്ന് ഒരു അബദ്ധത്തിൽ ചെന്ന് ചാടി, നാശത്തിൽ ചെന്ന് ചാടി, വലിയ ഒരു സാമ്പത്തിക തകർച്ചയുണ്ടായി എന്നൊക്കെ പിന്നീട് ചിന്തിക്കാൻ ഇടവരാത്ത രീതിയിൽ വേണം ഉടമ്പടികളിൽ ഒപ്പുവയ്ക്കുന്നതും കൊടുക്കൽ വാങ്ങൽ നടത്തുന്നതും പുതിയ പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുന്നവരും ഇപ്പോൾ വലിയ രീതിയിലുള്ള നല്ല വിജയിച്ചു നിൽക്കുന്ന സംരംഭങ്ങൾ ചെയ്യുന്നവർ സാമ്പത്തിക കാര്യങ്ങൾ മറ്റ് കാര്യങ്ങളിലേക്ക് ട്രാൻസാക്ഷനൊക്കെ ചെയ്യുന്നതും വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കൂടാതെ സുഹൃത്തുക്കളെ കൂട്ടുകച്ചവടക്കാരായി കൂട്ടുന്നതും വളരെ ശ്രദ്ധിക്കണം. അല്ല എങ്കിൽ പിന്നീട് എല്ലാം നഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ദീർഘനാളത്തേനാണല്ലോ ശനിയുടെ ഒരു ബന്ധം ഈ ഭരണി നക്ഷത്രക്കാർക്ക് വന്നു ചേരുന്നു. അത് ജാഗ്രതയായില്ലെങ്കിൽ പിന്നെ കരഞ്ഞിട്ടൊന്നും കാര്യമില്ല. തന്നാൽ ഭരിക്കപ്പെടുന്ന കാര്യങ്ങൾക്ക് വിജയങ്ങൾ വന്നു ചേരുന്ന ഒരു വർഷമാണ് 2025. സാമ്പത്തിക അഭിവൃദ്ധികൾ വന്നു ചേരും. കുടുംബത്ത് സന്തോഷവും സമാധാനവുമുള്ള കാലം. വാഹന സംബന്ധമായിട്ട് നല്ലത്. വാഹനവുമായി ബന്ധപ്പെട്ട ജോലികൾ ചെയ്യുന്നവർക്ക് വരുമാനം വർദ്ധിക്കുന്നതിന് യോഗമുണ്ട്. തീരദേശത്തുള്ള മത്സ്യബന്ധനവും വ്യാപാരവും വിപണനവും ഒക്കെ ആയി ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്കും വളരെ നല്ലതാണ്. കലാകാരന്മാർക്കും നല്ല കാലം. കലയുടെ കാരകനായിരിക്കുന്ന ശുക്രന്റെ സ്ഥിതി കൊണ്ട് കലയുമായി ബന്ധപ്പെട്ടും അതിൻ്റെ ആവാന്തര വിഭാഗങ്ങൾ തൊഴിൽ രംഗത്ത് മികവ് തെളിയിക്കുവാൻ സാധിക്കും. കരവിരുത് തെളിയിക്കുവാനൊക്കെ സാധിക്കും. അത് സംസാര ചാതുര്യത്തോടു കൂടിയൊക്കെ ആയാലും കാര്യങ്ങൾ നേടുവാൻ ഭരണി നക്ഷത്രക്കാർക്ക് സാധിക്കുന്ന ഒരു വർഷമാണ്. ദമ്പതികളായിട്ടുള്ളവർ ഐശ്വര്യപൂർണമായ കുടുംബജീവിതം നയിക്കുവാനായിട്ട് സാധിക്കും. ഉത്തമ ഭൂമി വന്നു ചേരുന്നതിനും
അതുപോലെ തന്നെ ഗൃഹം വന്നു ചേരുന്നതിനും ഉള്ള ഗൃഹം പുതുക്കിപ്പണിയുന്നതിനുമൊക്കെ യോഗമുണ്ട്. കാർഷിക രംഗത്തുള്ള വർക്ക് ചെയ്യുന്നവർ, സ്വന്തമായിട്ട് കൃഷിയുള്ളവരായാലും മറ്റുള്ളവരുടെ കൂടെ കൃഷി ചെയ്യുന്നവരായാലും അവർക്ക് നേട്ടങ്ങൾ ഉണ്ടാകുന്ന നല്ല കാലാവസ്ഥ, മഴയും വെയിലുമൊക്കെ ആവശ്യത്തിന് ലഭിക്കുന്ന ഒരു വർഷമാണ് 2025. IT മേഖലകളിൽ ജോലി ചെയ്യുന്നവരായാലും മെഡിക്കൽ രംഗങ്ങളിൽ ജോലി ചെയ്യുന്നവരായാലും അഭിവൃദ്ധികൾ സൂചകമാണ്. കൂടാതെ ഗവൺമെൻറ് ഉദ്യോഗസ്ഥരായിരിക്കുന്നവർ, അധ്യാപകർ, പോലീസ് ഓഫീസേഴ്സ്, മിലിറ്ററിക്കാർ, മറ്റ് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിലൊക്കെ ജോലി ചെയ്യുന്ന അനവധി തസ്തികളിലൊക്കെ ജോലി ചെയ്യുന്നവർക്കും വിജയങ്ങൾ വന്നിച്ചു. വിദ്യാർത്ഥികൾക്കും നല്ല വിദ്യാവിജയം വന്നു ചേരുന്ന ഒരു വർഷമാണ് ഈ ഭരണി നക്ഷത്രക്കാർ. അതായത് ഉപരിപഠനം, തുടർ പഠനത്തിനൊക്കെ ശ്രമിക്കുന്നവർക്ക്, ടെസ്റ്റുകളൊക്കെ എഴുതുന്നവർക്ക് പാസ്സാകുന്നതിനും തുടർ വിദ്യാഭ്യാസത്തിനായി പോകുന്നതിനും അഡ്മിഷൻ കിട്ടുന്നതിനും ഫൈനൽ ഇയർ ഒക്കെ പഠിക്കുന്നവർക്ക് പാസ്സായി നല്ല രീതിയിൽ ഒരു ജോലിയിൽ പ്രവേശിക്കുവാനുമൊക്കെ സാധിക്കുന്ന ഒരു വർഷമാണ്. വിദേശത്തായിരിക്കുന്നവർക്കും ഏറ്റവും സന്തോഷകരമായിരിക്കുന്ന ഒരു കാലമാണ് 2020. വിദേശത്ത് പോകണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും പോകുന്നതിനും നല്ല ജോലിയിൽ പ്രവേശിക്കുന്നതിനും സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകുന്നതിനും യോഗമുണ്ട്. പ്രായമായവർക്കും കൊച്ചുകുട്ടികൾക്കും ഒക്കെ പൊതുവെ നല്ലതാണ്. ഭരണി നക്ഷത്രക്കാരായിരിക്കുന്നവർ ദോഷങ്ങളൊക്കെ മാറുന്നതിനും ഉയർച്ചയും അഭിവൃദ്ധിയും ഉണ്ടാകുന്നതിന് പ്രധാനമായിട്ട് ദേവീക്ഷേത്ര ദർശനം ചെയ്ത് പ്രാർത്ഥിക്കുന്നതും ശ്രീകൃഷ്ണ ഭഗവാനെ യഥാശക്തി ദ്രവ്യസഹിതം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും പിതൃപ്രീതികരമായ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതും വളരെ അനുകൂലമാണ്. അഭിവൃദ്ധികൾ വന്നിച്ചേരും. ഞാൻ ഹരികുമാർ, ദേവി ജ്യോതിഷാലയം, കാവുംപടി, മണർകാട്, കോട്ടയം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്ത് എന്നെ പ്രോത്സാഹിപ്പിക്കണം എന്നുകൂടി അഭ്യർത്ഥിക്കുന്നു. അതുപോലെ തന്നെ ജ്യോതിഷ കാര്യങ്ങൾക്ക് നേരിട്ട് വരികയോ ഫോൺ വിളിച്ച് ചോദിക്കുന്നതിനും അവസരമുണ്ടായിരിക്കണം. എല്ലാവർക്കും നന്മ വരുവാനായിട്ട് പ്രാർത്ഥിക്കുന്നു.